ഹമാസ് തമ്പുരാക്കന്മാരെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചിരിക്കുന്നു. അതായത് ഈ ഹമാസ് തമ്പുരാക്കന്മാര് അല്ലെങ്കിൽ ഹമാസിന്റെ നേതാക്കന്മാര് ഇക്കഴിഞ്ഞ ആഴ്ചയോ മറ്റോ ആണ് POKയിൽ വന്നിട്ട്, പാക് ഓക്യുപ്പൈഡ് കാശ്മീരിൽ വന്നിട്ട് ആന്റി ഇന്ത്യ മീറ്റിങ്ങും ഒക്കെ കഴിച്ചിട്ടങ്ങ് പോയത്. ഈ ഫെബ്രുവരി 5 എന്ന് പറയുന്നത് ഈ പാകിസ്ഥാൻ കശ്മീർ ഐക്യദാർഢ്യ ദിനമായിട്ട് ആണ് ആചരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആന്റി ഇന്ത്യ മീറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് POKയിൽ ഹമാസിന്റെ പ്രതിനിധിയായ ഖാലിദ് അൽ ഖദൗമി എത്തിയിരുന്നു. അയാളുമായി മീറ്റിംഗ് നടത്തിയത് ജെയ്ഷി മുഹമ്മദിന്റെയും ലഷ്കർ ഇ തൈബയുടെയും ഒക്കെ ടോപ്പ് കമാൻഡേഴ്സ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ എങ്ങനെയൊക്കെ പൊട്ടിക്കണം, എവിടെയൊക്കെ പൊട്ടിക്കണം, എങ്ങനെയൊക്കെ കലാപം ഉണ്ടാക്കണം, ഇന്ത്യയെ എങ്ങനെ അസ്ഥിരമാക്കണം എന്ന് ആലോചിക്കാൻ വേണ്ടി POKയിൽ വന്ന് തമ്പടിച്ച് മീറ്റിംഗ് ഒക്കെ ചേർന്ന് പോയിട്ടുള്ള ആ ഹമാസിന്റെ നേതാക്കന്മാരെയാണ് നമ്മുടെ പ്രബുദ്ധ കേരളത്തിലെ തൃത്താലയിൽ ദേശോത്സവത്തിന് ആനപ്പുറത്ത് എഴുന്നള്ളിച്ചിരിക്കുന്നത്. അത് ചോദിച്ചപ്പോ തൃത്താല രാമൻ തൃത്താല രാമൻ പറയുന്നു അത് ദേശോത്സവമാണ്. ദേശോത്സവമായിക്കോട്ടെ, പള്ളി ഉറൂസ് ആയിക്കോട്ടെ, ഹമാസ് ഭീകരന്മാർക്ക് എന്താണ് കാര്യമെന്ന് തൃത്താല രാമന് ഒരു മറുപടിയില്ല. ഇതേ കാര്യമാണ് കോൺഗ്രസ് എല്ലാ കാലത്തും ചെയ്തിരുന്നത്. ഇപ്പൊ നോക്കൂ, സൊറോസിന്റെ പൈസയും വാങ്ങി അച്ചാലും മുച്ചാലും ഇന്ത്യയിൽ തെക്കും വടക്കും നടന്ന് എന്തൊക്കെയോ യാത്രകളൊക്കെ നടത്തുന്ന രാഹുലും മമ്മിയും അവരെയും പൊക്കിക്കൊണ്ടാണ് കോൺഗ്രസ് നടക്കുന്നത്, ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെയും കൊണ്ട്. അപ്പോൾ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്നത്, ദേശീയതയ്ക്ക് ഒരു പ്രാധാന്യവും കൊടുക്കാത്തവർക്ക്, അന്നും ദേശീയ പ്രസ്ഥാനത്തിൽ കൂടെ നിന്നുകൊണ്ട് തിരിഞ്ഞുകുത്തിയവരോട് ഒക്കെ മൗനം പാലിച്ച് അവരോടൊക്കെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നടത്തി കസേര ഉറപ്പിക്കുന്ന ഒരു സംസ്കാരമാണ് കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു കാലഘട്ടം മുതൽ ഉണ്ടായി വന്നത്. അത് ആ ദേശീയ പ്രസ്ഥാനം എന്നുള്ള ആ ഒരു സംസ്കാരം മാറി നെഹ്റുവിയൻ സംസ്കാരത്തിലേക്ക് ഗാന്ധി കൊണ്ടുവന്നത് മുതൽ കോൺഗ്രസ് അങ്ങനെയാണ്. ആ ഒരു എന്താണ് പറയാ, സംസ്കാരമാണ്, ആ ഒരു ഗുണമാണ്, അല്ലെങ്കിൽ ഉരുണ്ടുകളിയാണ് തൃത്താല രാമൻ ഇപ്പോൾ കളിക്കുന്നത്. അപ്പൊ അന്ന് ഈ ഖിലാഫത്തിന് ശേഷം ഉണ്ടല്ലോ, ഈ ഖിലാഫത്തിന് കൂട്ടിക്കിട്ടിയത് ഗാന്ധിയാണല്ലോ. ഈ ദേശീയ പ്രസ്ഥാനവുമായിട്ട് ഖിലാഫത്തിനെ കൂട്ടിക്കിട്ടുന്ന ഗാന്ധിയാണ്. അപ്പൊ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഗാന്ധിയോട് ഇത് വലിയ ഒരു അപകടമാവും എന്നുള്ളത്. അപ്പൊ ഖിലാഫത്ത് നടന്നതിന് ശേഷം 1921 ആ കലാപം, മലബാർ കലാപം നടന്ന് അത്രയും ഹിന്ദു വംശഹത്യ നടന്നതിന് ശേഷം ഖിലാഫത്തിന് ശേഷമുള്ള 1921 ഡിസംബറിലെ അഹമ്മദാബാദിൽ വെച്ച് ഒരു യോഗം ചേർന്നപ്പോൾ അതിൽ ആനി ബസന്റ് കുറെ 20,000 ഹിന്ദുക്കളെ നിർബന്ധിത മതപരിവർത്തനം ചെയ്ത കണക്കൊക്കെ പറയുന്നുണ്ട്. പിന്നെ കൂട്ടക്കൊലകളെ പറ്റി അന്ന് അംബേദ്കർ പറഞ്ഞത് അത് രക്തം മരവിപ്പിക്കുന്നതും വർണ്ണനാതീതവുമാണ് എന്നൊക്കെയാണ്. അങ്ങനെയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സെഷനിൽ തന്നെ ആ സെഷനിലെ സംഭവങ്ങളെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് മുതിർന്ന നേതാവായ സ്വാമി ശ്രദ്ധാനന്ദ് എഴുതിയത്, ഹിന്ദുക്കളെ കൊന്നതിനും ഹിന്ദു വീടുകൾ കത്തിച്ചതിനും നിർബന്ധിത ഇസ്ലാമിലേക്ക് മതം മാറ്റിയതിനും മാപ്പിളമാരെ മൊത്തത്തിൽ അപലപിച്ചതാണ് യഥാർത്ഥ പ്രമേയം. മേൽപ്പറഞ്ഞ കുറ്റകൃത്യങ്ങളിൽ കുറ്റക്കാരായ ചില വ്യക്തികളെ മാത്രം കുറ്റം വിധിക്കുന്നതിലേക്ക് ചുരുക്കുന്നതുവരെ ഹിന്ദു അംഗങ്ങൾ തന്നെ ഭേദഗതികൾ നിർദ്ദേശിച്ചു. കാരണം ഒരു സമൂഹത്തെ മുഴുവൻ കുറ്റം പറയാതെ, മാപ്പിള സമൂഹത്തെ മുഴുവൻ കുറ്റം പറയാതെ, ചില വ്യക്തികളിലേക്ക് മാത്രം കുറ്റം ചുരുക്കുന്ന രീതിയിൽ ഹിന്ദു അംഗങ്ങൾ തന്നെ, കോൺഗ്രസിലെ ഹിന്ദു അംഗങ്ങൾ തന്നെ ഭേദഗതികൾ ആ പ്രമേയത്തിന് നിർദ്ദേശിച്ചു. എന്നാൽ ചില മുസ്ലിം നേതാക്കൾക്ക് ഇതുപോലും സഹിക്കാൻ കഴിഞ്ഞില്ല. മൗലാന ഫക്കീറും മറ്റു മൗലാനമാരും തീർച്ചയായും പ്രമേയത്തെ എതിർത്തു. അതിൽ അതിശയിക്കാനില്ല. എന്നിരുന്നാലും മൗലാന ഹസ്രത്ത് മൊഹാനിയെ പോലുള്ള ഒരു ദേശീയവാദി പ്രമേയത്തെ എതിർത്തത് ഏറ്റവും ആശ്ചര്യകരമായിരുന്നു. മാപ്പിള രാജ്യം ഇനി ദാറുൽ അമാനായി തുടർന്നില്ല, മറിച്ച് ദാറുൽ ഹറാബായി മാറി. ഹിന്ദുക്കൾ മാപ്പിളമാരുടെ ബ്രിട്ടീഷ് ശത്രുക്കളുമായി ഒത്തുകളിക്കുന്നുവെന്ന് അവർ സംശയിച്ചു. അതിനാൽ ഖുറാനോ വാളോ ഹിന്ദുക്കൾക്ക് മുന്നിൽ അവതരിപ്പിച്ചതിൽ മാപ്പിളമാർ ശരിയായിരുന്നു. മാത്രമല്ല, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഹിന്ദുക്കൾ മുസ്ലിങ്ങളായി മാറിയതെങ്കിൽ അത് നിർബന്ധിത മതപരിവർത്തനമല്ല,
സ്വമേധയാ ഉള്ള മതപരിവർത്തനമായിരുന്നു. ശരി, ചില മാപ്പിളമാരെ അപലപിച്ചുകൊണ്ടുള്ള നിരുപദ്രവകരമായ പ്രമേയം പോലും ഏകകണ്ഠമായി പാസ്സായില്ല. പക്ഷേ ഭൂരിപക്ഷ വോട്ടുകൾക്ക് മാത്രമേ അത് അംഗീകരിക്കേണ്ടി വന്നുള്ളൂ. ലീഗിനെ ഒരു ബെഡ്ഫെലോ ആയി നിലനിർത്താൻ വേണ്ടിയാണിത്. അതായത് ഇത് കോൺഗ്രസിന് ലീഗിനെ എല്ലാ കാലത്തേക്കും പിന്നീട് വേണ്ടതുകൊണ്ട് ആ അഡ്ജസ്റ്റ്മെന്റ്, ലീഗിന്റെ മുമ്പിലുള്ള കീഴടങ്ങൽ 1921 ശേഷം അത് വ്യക്തമായിട്ട് കീഴടങ്ങൽ തന്നെയായി. മാപ്പിളമാർ ധീരരും ദൈവഭക്തരുമാണെന്നും അവർ മതമായി കരുതുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മതപരമായി കരുതുന്ന രീതിയിൽ പോരാടുന്നവരാണെന്നും ഗാന്ധിജി അഭിപ്രായപ്പെട്ടപ്പോൾ ഡോക്ടർ അംബേദ്കർ പോലും തന്റെ നിരാശ പ്രകടിപ്പിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഹിന്ദു മുസ്ലിം ഐക്യം സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകതയിൽ മിസ്റ്റർ ഗാന്ധി വളരെയധികം ആമഗ്നനായിരിക്കുന്നു. ആയതിനാൽ മാപ്പിളമാരുടെയും ഖിലാഫത്തുക്കളുടെയും പ്രവൃത്തികളെ നിസ്സാരമായി കാണാൻ അദ്ദേഹം തയ്യാറായിരുന്നു എന്ന് അദ്ദേഹം വിമർശിച്ചു. അന്ന് അംബേദ്കർ ഖിലാഫത്തിനെ കുറിച്ചും ഗാന്ധിയെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങളാണ് ഇത്. പിന്നീട് വന്ദേ മാതരം എങ്ങനെ നീക്കപ്പെട്ടു എന്നുള്ളതാണ്. ഖിലാഫത്തിനും മാപ്പിള കലാപത്തിനും ശേഷം കോൺഗ്രസിനുള്ള പിന്തുണയ്ക്ക് വിലയായി ദേശീയ ഐക്യത്തിന്റെ അവശ്യ ചിഹ്നങ്ങളെ നിരസിക്കണമെന്ന് മുസ്ലിം ലീഗ് നിർബന്ധം പിടിക്കാൻ തുടങ്ങി. ഖിലാഫത്തിനും മാപ്പിള കലാപത്തിനും ശേഷം മുസ്ലിം ലീഗിന്റെ വില കൂടുതൽ ഉയർന്നു. കോൺഗ്രസിനുള്ള പിന്തുണയ്ക്ക് ഒരു വിലയായി ദേശീയ ഐക്യത്തിന്റെ അവശ്യ ചിഹ്നങ്ങളെ നിരസിക്കണമെന്ന് അവർ നിർബന്ധം പിടിക്കാൻ തുടങ്ങി. അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ എൻട്രിയാണ്. അതുവരെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നിരുന്നവർ പിന്നീട് പൊളിറ്റിക്കൽ ഇസ്ലാമായി മാറി, അല്ലെങ്കിൽ ഉള്ളിലുണ്ടായിരുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം എന്നതിനെ പുറത്തെടുത്തു. ലീഗിന്റെ എതിർപ്പുകളിൽ ആദ്യം വന്നത് വന്ദേ മാതരം എന്ന ഗാനമായിരുന്നു. 1905 മുതൽ എല്ലാ പ്രധാന കോൺഗ്രസ് പരിപാടികളിലും ഇത് ആലപിക്കുന്നത് ഒരു പതിവ് രീതിയായി മാറി. എന്നാൽ കോൺഗ്രസിലെ ലീഗ് അംഗങ്ങൾ അതിനെതിരെ എതിർപ്പുകൾ ഉന്നയിക്കാൻ തുടങ്ങി. 1923 ആന്ധ്രാപ്രദേശിലെ കാക്കിനഡയിലാണ് AICC സെഷനുകൾ നടന്നത്. മൗലാന മുഹമ്മദ് അലിയായിരുന്നു കോൺഗ്രസിന്റെ അധ്യക്ഷൻ. മോട്ടിലാൽ നെഹ്റു, മൗലാന അബ്ദുൽ കലാം ആസാദ്, സരോജിനി നായിഡു, സർദാർ പട്ടേൽ, കസ്തൂർബ ഗാന്ധി തുടങ്ങിയ മുതിർന്ന നേതാക്കൾ 12,000-ലധികം പ്രതിനിധികളോടൊപ്പം പങ്കെടുത്തു. ഗാന്ധി ജയിലിലായിരുന്നതിനാൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. മുൻകാലങ്ങളിൽ എന്ന പോലെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനായ പണ്ഡിറ്റ് വിഷ്ണു ദിഗംബർ പുലുസ്കർ ഉദ്ഘാടന വേളയിൽ ഗാനം ആലപിക്കാൻ അവിടെ ഉണ്ടായിരുന്നു. വന്ദേ മാതരം ആലപിക്കാൻ പണ്ഡിറ്റ് പുലുസ്കർ വേദിയിൽ കയറിയപ്പോൾ ആ ഗാനം ആലപിക്കുന്നത് മതവിശ്വാസികളായ മുസ്ലിങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തുമെന്ന് മുഹമ്മദ് അലി എതിർപ്പ് പ്രകടിപ്പിച്ചു. വേദിയിലുണ്ടായിരുന്ന നേതാക്കളുടെ നിശബ്ദത കണ്ട് പുലുസ്കർ മുഹമ്മദ് അലിയെ വെല്ലുവിളിക്കാൻ സ്വയം ഏറ്റെടുത്ത് അതിന്റെ ആലാപനവുമായി മുന്നോട്ടു പോയി. അന്നും കോൺഗ്രസ് നേതാക്കൾ ഇങ്ങനെ തന്നെ ഉരുണ്ടുകളിയായിരുന്നു. പ്രതിഷേധിച്ച് മുഹമ്മദ് അലി ഗാനം ആലപിക്കുമ്പോൾ ഇറങ്ങിപ്പോയി. മുമ്പ് പല അവസരങ്ങളിലും അലി ബ്രദേഴ്സും മറ്റ് ലീഗ് നേതാക്കളും ഗാനം ആലപിക്കുമ്പോൾ കോൺഗ്രസിലെ മറ്റ് ഹിന്ദു മുസ്ലിം അംഗങ്ങളോടൊപ്പം എഴുന്നേറ്റിരുന്നുവെന്ന് ഇവിടെ പരാമർശിക്കുന്നത് മൂല്യവത്താണ്. കാരണം മുമ്പ് ഈ വന്ദേ മാതരം ആലപിക്കുമ്പോൾ ഒരു എതിർപ്പും പ്രകടിപ്പിച്ചിരുന്നില്ല. അതിനാൽ കാക്കിനഡ സമ്മേളനത്തിലെ എതിർപ്പ് ഒരു യഥാർത്ഥ മതപരമായ പ്രശ്നത്തെക്കാൾ കൂടുതൽ വിലപേശലിന്റെ ഭാഗമായിരുന്നു. ലീഗ് അംഗങ്ങളെ സമാധാനിപ്പിക്കാൻ കോൺഗ്രസ് അതിന്റെ സെഷനുകളിൽ മുഹമ്മദ് ഇഖ്ബാലിന്റെ പ്രശസ്തമായ സാരേ ജഹാൻ സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം അവതരിപ്പിച്ചു. എന്നിട്ടും വന്ദേ മാതരത്തോടുള്ള എതിർപ്പ് തുടർന്നു. 1937 പ്രവിശ്യ കൗൺസിലുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസ് അവയിൽ പലതിലും സർക്കാരുകൾ രൂപീകരിച്ചു. സമ്മേളനങ്ങളുടെ തുടക്കത്തിൽ വന്ദേ മാതരം ആലപിക്കാനുള്ള നിർദ്ദേശം എതിർക്കപ്പെട്ടപ്പോൾ വീണ്ടും വന്ദേ മാതരം സംബന്ധിച്ച തർക്കം ഉയർന്നു വന്നു. വന്ദേ മാതരം പുനഃപരിശോധിക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിക്കേണ്ടി വന്നു. രവീന്ദ്രനാഥ് ടാഗോർ, സുഭാഷ് ചന്ദ്രബോസ്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നിവരെ അതിലെ അംഗങ്ങളാക്കി. ഗാനം വെട്ടിച്ചുരുക്കി ആദ്യത്തെ 2 ചരണങ്ങൾ മാത്രം ആലപിക്കാൻ കമ്മിറ്റി ശുപാർശ ചെയ്തു. മുസ്ലിം ലീഗിനെ പ്രീണിപ്പിക്കാൻ 1937 ദേശീയ ഗാനം വിഭജിക്കപ്പെട്ടു. 10 വർഷത്തിനു ശേഷം രാഷ്ട്രം വിഭജിക്കപ്പെട്ടു. ഇതാണ് ചരിത്രം. ചരിത്രം എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ വായിക്കാതിരുന്നത് കൊണ്ടോ മനസ്സിലാക്കാതിരുന്നത് കൊണ്ടോ പറയാതിരുന്നത് കൊണ്ടോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതെപ്പോഴും നഷ്ടമുണ്ടാക്കുക ഒരു വിഭാഗത്തിന് മാത്രമായിരിക്കും എന്ന് ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട്
ഞാൻ വീണ്ടും പറയുന്നു. രാഷ്ട്രായ സ്വാഹ ഇദം നമഃ.